ഹലോ, നമ്മൾ കുറച്ച് ഡേ മുന്നേ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ? അവിടേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ ധ്രുവയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ഐ മീൻ മാമൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്, ധ്രുവയുടെ ബർത്ത്ഡേ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വരുന്നത്. ഞാനും ചേച്ചിയും കൂടിയിട്ട് ഇവിടെ മാമൻ്റെ വീട്ടിൽ ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടത് ധ്രുവ ജീപ്പിൽ കളിക്കുകയായിരുന്നു. അവന് ജീപ്പ് ഗിഫ്റ്റായിട്ട് കൊടുത്തത് കേട്ടോ. പിന്നെ ഈ കണ്ടാണ് അജുവേട്ടൻ. അജുവേട്ടൻ എന്ന് പറഞ്ഞാൽ ആരെന്ന് അറിയണ്ടാവില്ല. നമ്മൾ എൻഗേജ്മെൻറ്റ് ഷോർട്സ് ഇട്ടിട്ടുണ്ട്, വൈഷ്ണേച്ചറയാണ് പാർട്ട്ണറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെക്കറേഷൻ വരുന്നത്. തലേ ദിവസം എല്ലാവരും കൂടിയിട്ട് ആഞ്ഞി പിടിച്ച് ഡെക്കറേറ്റ് ചെയ്താണ്. അതിൽ ഞാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഗൈസ്, നമ്മളിപ്പോൾ ധ്രുവിൻ്റെ ബർത്ത്ഡേക്ക് വന്നേക്കാണ് ഗൈസ്. ബിരിയാണി അതാണ് നമ്മളെ അതിനാണ് വന്നേക്കുന്നത്. രാവിലെ മുതലൊന്നും കഴിക്കാൻ. പിന്നെ എന്തെങ്കിലും വന്ന് ബർത്ത്ഡേ പാർട്ടിക്ക് നീ എന്താ റെഡി വന്നേ? അശ്വതി നീ എന്താ റെഡി വന്നേ? ഇങ്ങനെ കുറെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. കുറെ പേര് ഇത് എൻഗേജ്മെന്റിന്റെ ഫോട്ടോസ് നോക്കുന്നുണ്ട്, കുറെ പേര് ഫോണിൽ കളിക്കുന്നുണ്ട്, കുറെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സംസാരമായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ധ്രുവ പിന്നെ ജീപ്പിൽ നിന്ന് ഇറങ്ങില്ല, അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ. അപ്പോഴാണ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ വിഷ്ണുവേട്ടൻ കാറും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ കേക്ക് മുറിക്കലും ഫുഡ് കഴിക്കലൊക്കെ തന്നെ എന്നെ പരിപാടി. ഈ ഹാപ്പി ബർത്ത്ഡേ മറ്റേ സംഭവം ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു, അത് വലിയ രസമില്ലായിരുന്നു. അപ്പോൾ പിന്നെ അവർ വേറെ മാറ്റി ഇട്ടാട്ടോ ഇത് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് തൂക്കിയിട്ടത്. നമുക്ക് വന്നത് 2 ടയർ കേക്കായിരുന്നു. അടിപൊളി കേക്കായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, നല്ല എലഗൻറ്റ് ലുക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി കേക്ക് മുറിക്കൽ ചടങ്ങിലോട്ടാണ്. എല്ലാവരും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കണ്ടോ ഇങ്ങനെ പൊത്താണ് മുഖം, എന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറേ പേര് എന്നെ ചീത്ത വിളിക്കും, അത് വേറെ വിഷയം. ഓക്കെ, അതൊക്കെ ഇഗ്നോർ ചെയ്യാം. നമ്മളിനി കേക്ക് കട്ട് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാട്ടോ. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും വിഷൊക്കെ ചെയ്തു. പിന്നെ കുറേ ഗിഫ്റ്റൊക്കെ ധ്രുവയ്ക്ക് കിട്ടി കേട്ടോ. അതിൻ്റെ ഇടയിൽ പൊട്ടിക്കൊക്കെ ഉണ്ടായിരുന്നു, പോപ്പ് പൊട്ടിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൈമാറി. നല്ല കേക്കായിരുന്നു. പിന്നെ നമ്മുടെ വൈഷ്ണേച്ചി യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. വൈഷ്ണേച്ചിക്ക് വൈഷ്ണ അജൂസ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലാണ്. ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ഓക്കെ, അതിലും ഇങ്ങനൊരു വീഡിയോ ഇട്ടുണ്ട്, ഷോർട്ട് വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് കേക്ക് കട്ട് ചെയ്ത് ഇവർ രണ്ടുപേരുമായിരുന്നു. ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു ഞാൻ വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ട് പറഞ്ഞപ്പോൾ ഇടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അപ്പോൾ ആ കേക്കിൽ നിന്ന് കിട്ടിയത് കേട്ടോ ഈ പൂവ്. അത് ഞാൻ ഇഷ്കി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ഈ ബോൾ തട്ടി കളിക്കുമായിരുന്നു. കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ബോളിൻ്റെ ആവശ്യമില്ലല്ലോ, ബോളൊക്കെ തട്ടി കളിക്കുമായിരുന്നു. പിന്നെ ഈ ഉണ്ണി എൻ്റെ സ്പെക്സ് ഊരി, അവൾക്ക് ഭയങ്കര ഇഷ്ടമായി തോന്നുന്നു. അപ്പോൾ ഈ സ്പെക്സ് പിടിച്ച് ഊരി. അപ്പോൾ എന്നെ സ്പെക്സ് ഊരിയിട്ട് അവളുടെ അടുത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കേണ്ടായിരുന്നു. പിന്നെ നമ്മൾ ടെറസിൻ്റെ മുകളിലായിരുന്നു ഫുഡ് കഴിക്കാണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും കഴിഞ്ഞപ്പോൾ ഞങ്ങളാ ലാസ്റ്റ് പോയിരുന്നത് കണ്ടോ. ഇവർക്കൊന്നും വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല, എന്തായിക്കട്ടെ എല്ലാവരും മുഖം ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബിരിയാണി ആയിരുന്നു കേട്ടോ. ബിരിയാണിയും ചിക്കനും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കണ്ടോ. അവർ ഇട്ട് തന്നേക്കണം. ഓക്കെ, നിനക്ക് ഇത്രയൊക്കെ മതി, നീ ഇത്ര കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവനോട് ഞാൻ കുറച്ചുകൂടി ഇട്ട് ഞാൻ വീഡിയോ എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ അവ ഇട്ട് തന്നെ. അത് ഡെയിലി ഉള്ളതാണല്ലോ കളിപ്പിക്കല്, നമ്മുടെ കസിൻസൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ ചിക്കനും ഇവൻ തന്നെയാണോ ഉണ്ടായിരുന്നത്. അങ്ങനെ നമുക്ക് ചിക്കനും ബിരിയാണിയൊക്കെ കെട്ടി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ രണ്ടാമതൊക്കെ വാങ്ങിച്ചു. പിന്നെ എനിക്ക് മതിയായി. അപ്പോൾ ഞാൻ വേഗം അടുത്ത് കഴിഞ്ഞാൽ എല്ലാവരോടും സംസാരിച്ചിട്ട് വേഗം വീട്ടിൽ പോയി കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.